ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരെയും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിൻ്റെ മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളേ. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് പൂ കെട്ടുകയാണ് കേട്ടോ. എല്ലാവരും കൂടെ വളരെ സന്തോഷമായിട്ടിരുന്ന് പൂ കെട്ടുകയാണ്. രണ്ടാമത്തെ ട്രിപ്പ് ലോഡുമായിട്ട് നമ്മുടെ സച്ചി വന്ന ഉടനെ തന്നെ സച്ചിക്ക് ഭയങ്കര സന്തോഷം. എല്ലാവരും ഭയങ്കര ചിരിച്ച് കളിച്ചിരുന്നൊക്കെയാ പൂ കെട്ടുന്നത്. അപ്പൊ സച്ചി പറയുകയും ചെയ്തു കേട്ടോ, നിങ്ങളുടെ ഈ സന്തോഷം അതാ എനിക്ക് കാണേണ്ടത്. ഏതായാലും ഇതുപോലെ സന്തോഷത്തോടെ ഇരുന്ന് പൂ കെട്ടുന്നത് കാണുമ്പോൾ ഒരു പ്രത്യേക ഐശ്വര്യ. പിന്നെ അച്ഛാ, ഓണറോട് പറ അടുത്ത ട്രിപ്പ് വണ്ടിയിൽ പൂ കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു, ആ പൂക്കളൊക്കെ അകത്തേക്ക് എടുത്ത് വെക്കാൻ പറയാ അച്ഛാ എന്ന്. ഇത് കേട്ടതും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, കേട്ടല്ലോ ഓണർ പറഞ്ഞത്, ആ പൂവെല്ലാം കൂടി അകത്തേക്ക് എടുത്തോണ്ട് വരാന്. ഇത് കേട്ടത് നമ്മുടെ സച്ചി, ആയിക്കോട്ടെ. അല്ല എടാ സുധി, ഇങ്ങ് വന്നേടാ എന്ന് പറഞ്ഞ് സുധീനെ വിളിച്ചു. അപ്പോഴത്തേക്ക് സുധി എന്നാന്ന് ചോദിച്ചു. അതെ, ഇതൊക്കെ അകത്തെടുത്ത് വെക്കാൻ സഹായിക്ക്. നിന്നോടല്ലേടാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. ഞാൻ ഈ പൂക്കൾ എടുക്കണമെന്നോ? അതെ, ഞാനൊരു ഗ്രാജുവേറ്റാ. ഒന്നുമില്ലെങ്കിലും 7 ഡിഗ്രി ഇല്ലേ എനിക്ക്. പൂക്കൾ എടുക്കണം പോലും എന്നെ കൊണ്ട് പറ്റില്ല. അതെ, നിനക്ക് ഡിഗ്രി അല്ലേ ഉള്ളൂ, ജോലിയൊന്നുമില്ലല്ലോ. അത് പിന്നെ ജോലി കിട്ടൂല്ലോ, ട്രൈ ചെയ്തോണ്ടിരിക്കുകയല്ലേ. അത് പിന്നെ എനിക്കിപ്പം വരാൻ പറ്റത്തില്ല. നിന്നോടാടാ എണീറ്റ് വരാൻ പറഞ്ഞത്. അപ്പോഴത്തേക്ക് ശ്രുതി പറഞ്ഞു, ശ്രുതി പോകണ്ട, ശ്രുതി ഇവിടെ ഇരിക്കുക. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ സച്ചി വീണ്ടും വിളിക്കുക, എടാ നിന്നോടല്ലേടാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. അത് പിന്നെ ഇനിയിപ്പോ എന്താ ചെയ്യാനാ. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, ചെല്ലടാ എന്ന് പറഞ്ഞു. ഇനിയിപ്പൊ പോകാതിരിക്കാനും പറ്റത്തില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി സച്ചിയുടെ പുറകെ ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ ശ്രുതിക്കാണെങ്കിൽ ഇഷ്ടപ്പെടാത്ത ഒരു നോട്ടവും ശ്രുതിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പുറത്തേക്ക് വന്നു. സച്ചി പുറത്ത് നിൽക്കുകയായിരുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി ചോദിച്ചു, കോട്ടയിൽ നിന്ന് ഇതെടുത്ത് വെളിയിൽ വെച്ച ആൾക്ക് അകത്തേക്ക് വെക്കാൻ അറിയത്തില്ലേ? എന്നിട്ടാണോ ആൾക്കാരെ സഹായിക്കാൻ വേണ്ടി വിളിക്കുന്നത്? വേറെ പണിയില്ലേ? ഒരു ജോലി തന്നെ ചെയ്യാൻ പഠിക്കാതെയും. അതെ, നീ എന്നോ കൂടുതൽ പഠിപ്പിക്കാതെ നീ സമയം കളയാതെ പോയി മാല കെട്ട്. അല്ല, ഇത്രയും പൂവേ ഉള്ളോ? അല്ല, ഇത് കുറഞ്ഞു പോയെന്ന് തോന്നുന്നല്ലോ. ഇത് കുറഞ്ഞൊന്നും പോയിട്ടില്ല, അതൊക്കെ നിനക്ക് തോന്നുന്നതാ എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ ശ്രുതി വന്നപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു, ആഹാ നീ വന്നോ? ബാ ദേ ഈ പൂ എടുത്തോണ്ട് പോ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു, പൂ എടുത്തോണ്ട് പോകാനോ? താട്ട് എന്നിങ്ങനെ പറഞ്ഞു. ഒരു 2-3 പൂ ഇങ്ങനെ കയ്യിൽ വാരിക്കൊണ്ട് പോവാണ്. അപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു, അയ്യോ ദേ ഇത് ഒരു പൂ 2 പൂവല്ല, ഒരു വെട്ടിപ്പൂ എടുത്തോണ്ട് പോകാൻ പറഞ്ഞു. ഒരു വെട്ടിപ്പൂവ്? എനിക്ക് വേർപ്പിന്റെ അസുഖം ഉള്ളതാ, ഞാൻ എടുക്കില്ല എന്നിങ്ങനെ പറഞ്ഞപ്പോ മര്യാദയ്ക്ക് എടുത്തോടെന്ന് പറഞ്ഞു ഒരു വെട്ടി എടുത്ത് തോളയിൽ അങ്ങ് കൊണ്ടുവച്ച് കൊടുത്തു കേട്ടോ. അയ്യോ എനിക്ക് വേർപ്പിന്റെ അസുഖം ഉള്ളതാ അച്ഛാ, വേണ്ടെന്ന് പറയാ അച്ഛാ. അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു, മര്യാദയ്ക്ക് ഇങ്ങോട്ട് പൂടാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ സുധി പൂവൊക്കെ അങ്ങ് ഇട്ടു. അങ്ങനെ എല്ലാ പൂക്കളും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എല്ലാവരും വാരി എടുത്തോണ്ട് വരികയാണ് കേട്ടോ. രസമുണ്ട് കാണാന്. അപ്പൊ നമ്മുടെ രവീന്ദ്രൻ സുധിയോട് പറഞ്ഞു, തടിയാണെങ്കിൽ ശീലവും ഇല്ല, ഒന്നും ചെയ്യത്തുമില്ല, എന്തെങ്കിലും പണിയെടുക്കണം, ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ആയിരിക്കൂടാ. എടാ, നിനക്ക് വേർപ്പിന്റെ അസുഖം ഉള്ളത് എന്താണെന്ന് അറിയാമോ? നീ പണി ചെയ്യാഞ്ഞിട്ടാ. മര്യാദയ്ക്ക് വല്ല പണിയും ചെയ്ത് ജീവിക്കാൻ നോക്കടാ. ഗ്രാജുവേറ്റ് ആണ് പോലും, ഡിഗ്രി ഉണ്ട് പോലും. എന്ത് ഡിഗ്രി? കോപ്പ് മണ്ണാങ്കട്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ചന്ദ്ര പറഞ്ഞു, എന്താ രവിയേട്ടാ അവന് ഇങ്ങനെയൊക്കെ പറയുന്നത്? അവന് ഇതൊന്നും ചെയ്ത് ശീലമില്ലല്ലോ. ചന്ദ്രൻ, നീ ഒറ്റ ഒരുത്തി ഇവനെ ഇങ്ങനെയാക്കി തീർത്തത്. ആണുങ്ങളാണെങ്കിൽ കുറച്ച് കരുത്ത് വേണം, തൻ്റെ ഇടം വേണം. അത് വല്ലോ നിന്റെ മോനുണ്ടോ? ഒന്നും ഇല്ല, പഴം പോലെ പഴം മിഴുങ്ങി ഇങ്ങനെ ഇരിക്കുക. ഇത് കേട്ടോ നമ്മുടെ ശ്രുതിക്കും സത്യം പറഞ്ഞ ദേഷ്യം വന്നു കേട്ടോ. സച്ചിൻ രേവതിയും പതുക്കെ ഇങ്ങനെ ഇരുന്ന് ചിരിക്കുന്നു, കൂട്ടത്തിലുള്ളവരും ഇരുന്ന് ചിരിക്കാൻ കേട്ടോ. അതായത് ഈ സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വർഷേനെയാണ്. വർഷയാണെങ്കിൽ ഇങ്ങനെ ഡബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഡബ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു ഇച്ചിരി നേരം ഡബ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും, അതെ സാറേ എനിക്ക് വിശക്കുക, എങ്കിൽ പിന്നെ ഇന്നത്തെ കഴിഞ്ഞില്ലേ, ഞാൻ ലഞ്ച് പോയി കഴിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, ചെല്ല ലഞ്ച് പോയി കഴിക്കുക. ഇനിയിപ്പോൾ ലഞ്ച് ഓർഡർ ചെയ്യണം. അല്ല, ലഞ്ച് നിങ്ങൾ ഓർഡർ ചെയ്തായിരുന്നല്ലോ, വർഷയുടെ ലഞ്ചാണല്ലോ അവിടെ വന്നിരിക്കുന്നത്. ലഞ്ച് ഞാൻ ഓർഡർ ചെയ്തിരുന്നോ? ഞാൻ ലഞ്ചൊന്നും ഓർഡർ ചെയ്തിട്ടില്ല. വർഷ ലഞ്ച് ഓർഡർ ചെയ്തു. അവിടെ ലഞ്ച് റൂമിൽ ചെന്ന് നോക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ വർഷപതിയെ ലഞ്ച് റൂമിലേക്ക് ചെന്നപ്പോഴത്തേക്കും ഇരിക്കുന്നു ലഞ്ചും. പിന്നെ വേറെ ആരാ? നമ്മുടെ ശ്രീകാന്തും. ഭയങ്കര സന്തോഷമായി വർഷയ്ക്ക്. വർഷ, ഇതെന്താ ശ്രീകാന്ത് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത്? അതെന്താ, എനിക്ക് തന്നെ കാണാൻ മുന്നറിയിപ്പ് അല്ലെങ്കിൽ പിന്നെ ഒരു ലെറ്റർ അയച്ചിട്ട് വരാൻ പറ്റത്തുള്ളൂ? എനിക്ക് തന്നെ കാണണമെന്ന് തോന്നി, ഞാൻ ഇങ്ങോട്ട് വന്നു. അയ്യോ, ഇത് വല്ലാത്ത അത്ഭുതമായി പോയിട്ടോ. അയ്യോ ഇതെന്താ ശ്രീകാന്ത്, എനിക്കെന്തോ വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്നെ ഒന്ന് ഞുള്ളിക്ക്, സത്യമാണോ നോക്കട്ടെ
എന്താ നീ ആളെ കളിയാക്കുകയാണോ? അതെ, എനിക്ക് നിന്നെ കാണാൻ തോന്നി. അതുമല്ല, നിന്റെ മനസ്സിൽ ഇങ്ങനെ എന്തൊക്കെയോ എന്നെ കാണാൻ തോന്നിയില്ലേ? ഇപ്പൊ നല്ല ഫുഡ് കഴിക്കാൻ തോന്നിയില്ലേ? ആ, എനിക്ക് തോന്നി. അതെങ്ങനെ ശ്രീകാന്തിനെ അറിയാം? അതാണ് മാജിക്. ഇതുപോലെ പല മാജിക്കും എനിക്കറിയാം. ഏതായാലും നീ വേഗം കഴിക്കാൻ നോക്കിയാൽ അടിപൊളി സാധനം ഞാൻ കൊണ്ടുവന്നേക്കുന്നത്. ആണോ? എങ്കിലേ ഞാൻ കഴിക്കട്ടെ. അല്ല, ശ്രീകാന്തേ അങ്ങ് വന്നത് എനിക്കങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല. വന്നത് നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരിക്കും. സത്യത്തില് എനിക്ക് നിന്റെ ഈ ക്യാരക്ടറാ വിശ്വസിക്കാൻ പറ്റത്തില്ലാത്തത്. നിനക്ക് ചിലപ്പോൾ എന്നോട് ദേഷ്യം തോന്നും, പെട്ടെന്ന് ആ ഒരു ദേഷ്യം മാറി കൂട്ടാകും. അതുപോലെയാണല്ലോ ഇന്ന് രാവിലെ ഒരു ഗിഫ്റ്റൊക്കെ നീ എനിക്ക് തന്നത്. ഗിഫ്റ്റ് തന്നോ? എനിക്കോ? ആ, അല്ല നിനക്കോ ഗിഫ്റ്റോ? ആ, ഗിഫ്റ്റ് തന്നു. അല്ല, നീ മറന്നുപോയോ? ഇന്ന് രാവിലെ എനിക്കൊരു ഉമ്മ തന്നായിരുന്നു. അങ്ങനെയാണല്ലോ നീ എന്റെ പിണക്കം മാറ്റിയെടുത്തത്. അതെ, അതിന് നിനക്ക് വല്ലാത്തൊരു കഴിവാണ് കേട്ടോ, ഈ പിണക്കം മാറ്റാനായിട്ട്. അതൊക്കെ അതൊക്കെ എങ്ങനെ വരുന്നു നിനക്ക്? ഓ, ഉമ്മ. അപ്പൊ ആ ഉമ്മ തന്നത് കൊണ്ടാണോ ഇപ്പം ഈ ലഞ്ചുമായിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്? ഏ ഏ ഏ എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ എല്ലാ ദിവസവും ഒരു ഉമ്മ തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ലഞ്ചുമായിട്ട് ശ്രീകാന്ത് ഇങ്ങോട്ട് വരുമായിരിക്കുമല്ലോ. ശരിയല്ലേ? ഓ, അങ്ങനെയാണോന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ, എല്ലാ ദിവസവും ഉമ്മ തരുവാണെങ്കിൽ ലഞ്ചുമായിട്ട് ഞാൻ വരാൻ നോക്കാം. ആ, കൊള്ളാം കൊള്ളാം കൊള്ളാം. ഏതായാലും ഞാനിത് കഴിക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ വർഷ അതങ്ങ് കഴിക്കാം. വർഷ ഇത് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാണ് ശ്രീകാന്തൻ, നിന്റെ കൈക്ക് എന്തോ മാജിക് ഉണ്ട്. ഈ മാജിക്കിലാണ് ഞാൻ വീണുപോയത്. എന്ത് ടേസ്റ്റ് ഇത്! വേറെ ഒരിക്കലും വേറെ എവിടെ പോയി കഴിച്ചാലും ഈ ടേസ്റ്റ് കിട്ടത്തില്ല. ഓ, അടിപൊളിയായിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇങ്ങനെ കഴിക്കുന്നു. നമ്മുടെ ശ്രീകാന്തിനും കൊടുക്കുന്നു. അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ കഴിക്കുകയാണ് കേട്ടോ. അവരുടെ ഒരു വഴക്കും പ്രശ്നങ്ങളൊക്കെ മാറി. ചന്ദ്ര വെറുതെ ഇവരുടെ കാര്യത്തിൽ കയറി ഇടപെട്ടെങ്കിൽ സത്യമായിട്ടും കുളമാക്കി കൈ കൊടുത്തേനെ. ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചന്ദ്രോദയത്ത് വീണ്ടും പൂ കെട്ടുന്നതാണ് കേട്ടോ. അങ്ങനെ പൂ കെട്ടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ചേച്ചിമാരൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. ഏതായാലും ഇനിയിപ്പോ ഇതുപോലെ ഒരു പൂവും കൂടി കെട്ടേണ്ടി വരും. അത് ദേവുവിന്റെ കല്യാണത്തിന് നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്ന് പൂ കെട്ടേണ്ടി വരില്ലേ എന്നിങ്ങനെ പറഞ്ഞപ്പം രവീന്ദ്രനാണെങ്കിൽ രവീന്ദ്രനല്ല, ചന്ദ്രയാണെങ്കിൽ ഇനിയിപ്പം അവന്റെ കല്യാണം കൂടെ ഇങ്ങേര് നടത്തി കൊടുക്കുവോ? ആ, മൂന്ന് ആൺമക്കളെ പ്രസവിച്ചത് നന്നായി. ചിലപ്പോൾ 4 പേരെ അങ്ങാനും പ്രസവിക്കുവാണെങ്കിൽ ഒരു പൂക്കാരിയും കൂടി ഇങ്ങോട്ടേക്ക് കയറി വന്നേനെ. വീട് മുഴുവനും പൂക്കാരീനെ കൊണ്ട് നിറഞ്ഞേനെ. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു, ആന്റി ഇപ്പോഴും അങ്ങനെ തന്നെയല്ലേ ഉള്ളതെന്ന്. ചന്ദ്ര ഇങ്ങനെ പതുക്കെയാട്ടോ പറഞ്ഞത്. അത് ശ്രുതി കേട്ടായിരുന്നു. ഇതിൽ ഈ സമയത്ത് നമ്മുടെ സച്ചു പറഞ്ഞു, അച്ഛാതെ ഇതും കൂടെ കൂട്ടി 58 നീ എന്തായി പറയുന്നത്? 58ഒന്നും അല്ല, 60 മാലയായി. ഓ, 60 ആയല്ലേ? ഓ, എന്റെ കണക്ക് തെറ്റി, അച്ഛന്റെ കണക്ക് തെറ്റിയില്ല. ഏതായാലും കൊള്ളാം. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ഭാമ വന്നു കേട്ടോ. ഭാമ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആരിത് ഭാമയോ എന്നിങ്ങനെ ചോദിക്കുകയാണ് രവീന്ദ്രൻ. അപ്പോഴത്തേക്കും ഭാമ, അയ്യോ ഇതെന്താ ഫ്ലവർ ഷോയോ? ചന്ദ്രേ, ഇതെന്താ വിശേഷം? അടിപൊളിയായിട്ടുണ്ടല്ലോ. വിശേഷമൊക്കെ ഉണ്ട്. ആദ്യം ഈ പൂക്കളുടെ നടുവിലേക്ക് അങ്ങ് ഇരിക്കുക. അല്ല, എന്തിനാ ഇത്രയും മാല കിട്ടുന്നത്? എന്താ വിശേഷം? അപ്പൊ റേഡിയോ ന്യൂസ് ഒന്നും കേട്ടില്ല? ഓൾ ഇന്ത്യ റേഡിയോയിൽ ന്യൂസ് പറഞ്ഞിരുന്നോ? ആര് പറഞ്ഞു? ഓൾ ഇന്ത്യ റേഡിയോയിലെ ന്യൂസ് അല്ല, ദേ നമ്മുടെ ചന്ദ്ര റേഡിയോ നിലയത്തിൽ നിന്നുള്ള അറിയിപ്പ്. ആ അറിയിപ്പ് നീ കേട്ടില്ലേ ഭാമേ എന്ന്. അപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു, എന്റെ പൊന്നി രവിയേട്ടൻ മിണ്ടാതിരിക്കുന്നുണ്ടോ? എനിക്ക് വേറെ ജോലിയില്ലേ ഇതൊക്കെ വിളിച്ചു പറയാനായിട്ട്. ഓ, അപ്പൊ നീ ഇത് വിളിച്ചു പറഞ്ഞില്ല? അപ്പം ഭാമ പറഞ്ഞു, അതൊക്കെ പോട്ടെ, എന്താ വിശേഷം എന്ന് പറ. അത് പിന്നെ വേറൊന്നുമല്ല, സച്ചി ഒരു സമൂഹ വിവാഹത്തിന് വേണ്ടി 500 മാലയുടെ ഓർഡർ എടുത്തിട്ടുണ്ട്. എല്ലാവരും ചേർന്ന് അത് കെട്ടിക്കൊണ്ടിരിക്കുക. നാളെ രാവിലെ തന്നെ അത് കൊടുക്കണം. അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറഞ്ഞു, ഓ, ഒരു വലിയ ഓർഡർ. കളിയൊക്കെ കണ്ടാ തോന്നും വിദേശത്ത് കപ്പൽ മാർഗം കയറ്റി അയക്കാനാ മാല കിട്ടുന്നതെന്ന്. മിക്കവാറും. അപ്പൊ നമ്മുടെ ചച്ചി പറഞ്ഞു, ഇത് കഴിഞ്ഞാലേ അങ്ങ് ഞങ്ങള് വിദേശത്തേക്ക് മാല കയറ്റി അയക്കും, അങ്ങ് കാനഡയിലേക്ക്. അവിടേക്ക് ഇപ്പൊ ക്യാഷ് ഇല്ലാതിരിക്കുമല്ലേ നിങ്ങളുടെ മോന്? വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, അവനെയും കൂടെ നമുക്ക് കയറ്റി അയക്കാം പൂക്കൾ കൊണ്ടുപോകുന്ന കണ്ടെയ്നറിൽ. എന്താ, കൊള്ളാമോ? അപ്പോഴത്തേക്ക് സുധി പറഞ്ഞു, നീ എന്തിനാണ് ആരെന്ത് പറഞ്ഞാലും എനിക്കിട്ട് കൊട്ടുന്നത്? നിനക്കിട്ടല്ലാതെ വേറെ ആർക്കിട്ടാടാ ഞാൻ കൊട്ടേണ്ടത്? കൊട്ടാൻ നീ ഇവിടെ ഉള്ളപ്പോ വേറെ ആരും വേണ്ടല്ലോ. അപ്പൊ ചന്ദ്ര പറഞ്ഞു, എടി നീ വാ ഭാമേ എന്നിങ്ങനെ. അപ്പോഴത്തേക്ക് സച്ചു പറഞ്ഞു, അത് പിന്നെ ഒരു കാര്യം ചെയ്യേ, ആന്റി ഇവിടെ നിന്ന് മാല കെട്ടാൻ നോക്ക്, നാളെ 500 രൂപ മാല കൊടുക്കേണ്ടതാ. അപ്പോഴത്തേക്കും ചന്ദ്രല്ല ഭാമ പറഞ്ഞു, അപ്പൊ ഇതിനാണോ എന്നെ വിളിച്ചു വരുത്തിയത്? അപ്പൊ ചന്ദ്ര, ദേ ഇവളെ എന്നെ കാണാൻ വേണ്ടി വന്നതാ, അല്ലാതെ മാല കെട്ടാൻ വേണ്ടി വന്നതല്ല. ഭാമ ഇങ്ങോട്ട് വാ. അപ്പൊ സച്ചു പറഞ്ഞു, അതെ ആന്റി നല്ല സഹായ മനസ്സുള്ള ആളാണെന്ന് എനിക്കറിയാം, ഒന്ന് സഹായിക്കാം ആന്റി. അപ്പൊ ചന്ദ്ര പറഞ്ഞു, ഭാമേ
അത് പിന്നെ ചന്ദ്ര ഇവരിങ്ങനെ നിർബന്ധിക്കുമ്പം അച്ഛാ ദേ ഭാമയാന്റിക്ക് ചായ കൊണ്ടുവരാൻ അമ്മയോട് പറ. ചന്ദ്രേ നീ പോയി ചായ എടുത്തോണ്ട് വന്നേ നമ്മുടെ ഭാമയ്ക്ക്. അപ്പോഴത്തേക്കും ഭാമ പറഞ്ഞു, നീ നല്ല സ്ട്രോങ് ചായ എടുത്തിട്ട് വാ, ഞാൻ ഇവരെ ഒന്ന് സഹായിക്കട്ടെ. ഭാമേ നീ എന്താ പറയുന്നത്? ആ അതേന്നേ, ഞാനേ ഇവരെ ഒന്ന് സഹായിക്കാൻ കൂടാ. അപ്പോഴത്തേക്ക് ചന്ദ്ര ഇങ്ങനെ നോക്കുക. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, എന്താ ചന്ദ്ര ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? ചെന്ന് ചായ എടുക്ക്. അല്ല ഭാമ ഇവിടെ വന്ന് ഇരിക്കാൻ പറഞ്ഞു. അപ്പൊ ആന്റി ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ് സച്ചി നമ്മുടെ ഭാമേനെ അവിടെ പിടിച്ചിരുത്തി കേട്ടോ. അപ്പോഴത്തേക്കാണ് നമ്മുടെ ശ്രീകാന്ത് വർഷം വന്നപ്പോഴത്തേക്കും ഞെട്ടിപ്പോയിട്ടോ. അപ്പൊ വർഷം, ഇതെന്ത് ശ്രീകാന്ത്? ദേ നോക്ക്, ഒത്തിരി പൂവ്. അയ്യോ, ദേ ശ്രീകോകിലിന്റെ മണമാ തോന്നുന്നത്. ഇത് എന്താ രേവതി ചേച്ചി നടക്കുന്നത്? വർഷേ, ദേ രേവതി വീട്ടിൽ വന്നതിന് ശേഷം ഈ വീട് ഒരു ശ്രീകോകില് തന്നെയാ. അപ്പൊ ചന്ദ്ര പറഞ്ഞു, അല്ല അപ്പം ഞാനിവിടെ നേരത്തെ ഉണ്ടായിരുന്നല്ലോ, അപ്പോഴോ? അതെ, അപ്പൊ ഇവിടെ ഒരു പ്രേതഭവനമായിരുന്നെന്ന് നമ്മുടെ സച്ചി പറഞ്ഞപ്പോ എല്ലാവരും കൂടെ ചിരിക്കാണ് കേട്ടോ. ചന്ദ്രയ്ക്കാണെങ്കിൽ ദേഷ്യം വരുമോ, നമ്മുടെ രേവതി സഹിതം ചിരിക്കുന്നുണ്ട്. പിന്നെ വർഷയുടെ കാര്യം പറയണ്ടല്ലോ, ഒരു കോമഡി കേട്ടാ അപ്പൊ വേറെ ഒന്നും നോക്കത്തില്ല, അവിടെ കിടന്ന് ചിരിക്കും. ഏതായാലും ഈ സമയത്ത് നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു, എടുത്തി വലിയ ഓർഡർ കിട്ടിയ പോലെ ഉണ്ടല്ലോ, ഇത് എങ്ങനെയാ ഇത്രയും വലിയ ഓർഡർ കിട്ടിയത്? അത് പിന്നെ ശ്രീകാന്ത് 500 മാലയുടെ ഓർഡർ കിട്ടിയിട്ടുണ്ട്, നാളെ രാവിലത്തേക്ക് കെട്ടിക്കൊടുക്കണം. ഏതായാലും സൂപ്പർ ആയിട്ടുണ്ട് എടുത്തി, സൂപ്പർ ആയിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോ തന്നെ ഒരു പ്രത്യേക ഐശ്വര്യ. അപ്പൊ ദേവുവിനെ കണ്ട ഉടനെ നമ്മുടെ ശ്രീകാന്ത്, ദേവു എന്തൊക്കെയുണ്ട് വിശേഷം, സുഖം തന്നെയല്ലേ? ആ അതെ സുഖം തന്നെയാ. അപ്പൊ വർഷ പറഞ്ഞു, അല്ല നമ്മൾ കണ്ടിട്ട് കുറെ ആയല്ലേ? ആ അതെ, നമ്മൾ കണ്ടിട്ട് കുറെ ആയി വർഷ എന്ന് പറഞ്ഞു. അല്ല രണ്ടുപേരും ജോലി കഴിഞ്ഞ് വരികയാണോ? ആ ജോലി കഴിഞ്ഞ് വരിക. നിന്റെ പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? അടിപൊളിയായിട്ട് പോകുന്നോ? അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര എവിടെ നിന്ന് പറഞ്ഞു, ട്രെയിൻ പോലെ പോകുന്നു, ഗുഡ്സ് ട്രെയിൻ പോലെ. ഇപ്പം എറണാകുളം എത്താറായി. ഇത് കേട്ട് നമ്മുടെ എന്താ പറയാ, ദേവുവിന് സത്യം പറഞ്ഞ പുച്ഛമാണ് തോന്നുന്നത്. അപ്പം നമ്മുടെ ദേവു എന്നിങ്ങനെ കാണിച്ചങ്ങ് തിരിഞ്ഞിരിക്കാം. അപ്പോഴത്തേക്ക് ചന്ദ്ര പറഞ്ഞു, അതെ നിങ്ങൾ പോയി ഫ്രഷ് ആയിട്ട് വാ, നിങ്ങൾ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? അതെ എങ്കിൽ പിന്നെ ഞങ്ങൾ പോയി ഫ്രഷ് ആയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് വർഷം അങ്ങ് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും, ഫ്രഷ് ആയിട്ടൊന്നും വരണ്ട, പതുക്കെ വന്നാൽ മതി എന്നിങ്ങനെ പറയുകയാണ് ചന്ദ്ര. അപ്പം ആയിക്കോട്ടെ ആന്റി എന്ന് പറഞ്ഞുകൊണ്ട് നേരെ പോയിട്ടോ. ഏതായാലും ഈ സമയത്ത് പെട്ടെന്ന് വരാൻ വേണ്ടി ഓടി ചെന്ന് ഫ്രഷ് ആകാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര ചായ എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു, അതെ പെട്ടെന്ന് മുറി പോയിരുന്നേ കുടിക്ക്, ഇവിടെ വല്ലാത്തൊരു മണവാ. അതിനെന്താ, നല്ല മണമല്ലേ, ഇവിടെ റിഫ്രഷ് ആയിട്ടുണ്ട്, അടിപൊളിയാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ ദേവു ഓടി വന്ന് ചായയൊക്കെ കുടിച്ചിട്ട് അവിടെ ഇരിക്കുക. എന്നിട്ട് പറഞ്ഞു, ഞാനും കൂടെ ചേച്ചി സഹായിക്കാം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, നിനക്ക് അതിന് മാല കെട്ടാൻ അറിയാമോ? അത് പിന്നെ എനിക്ക് അറിയില്ല, പഠിപ്പിച്ചാൽ ഞാൻ കെട്ടും. ചേച്ചി എന്നെ ഒന്ന് പഠിപ്പിക്കുവോ? പിന്നെന്താ, പഠിപ്പിക്കാമല്ലോ. ദേ ആ നാരിങ്ങെടുത്തെ, എന്നിട്ട് ഇങ്ങനെ പിടിച്ച് എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് പൂ വെക്കണം. എന്നിട്ട് പതുക്കെ ഇങ്ങനെ പൂവെല്ലാം കൂടെ വെച്ച് 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 ഇങ്ങനെ കെട്ടണം. എനിക്ക് മനസ്സിലായി, ഞാൻ കെട്ടാം എന്ന് പറഞ്ഞ് നമ്മുടെ വർഷ ആ സാധനം മേടിച്ചു കിട്ടാം. ആ സാധനം മേടിച്ചിട്ട് ഇങ്ങനെ പൂ കെട്ടുകയാണ്. പൂ കെട്ടി ഇങ്ങനെ ഒരു ഒറ്റ വലി വലിച്ചിട്ട് കിടക്കുന്ന പൂവെല്ലാം കൂടെ വിടർന്ന് താഴേക്ക് അങ്ങ് വീണു. പടർന്നു പോയി നല്ല തെറിച്ചു പോയി, താഴേക്ക് അങ്ങ് വീണു. ഇത് കണ്ടിട്ട് നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു, എന്താ വർഷ ഇത്, പറ്റുന്ന ജോലി ചെയ്താ പോരെ? ഇതാണ് പറയുന്നത്, ഓരോരുത്തർക്കും ഓരോ ജോലി പറഞ്ഞിട്ടുണ്ടെന്ന്. പൂ കെട്ടുന്നവർക്ക് പൂ കെട്ടുന്ന ജോലി, ഡബ് ചെയ്യുന്നവർക്ക് ഡബ് ചെയ്യുന്ന ജോലി എന്ന് രവീന്ദ്രനും പറഞ്ഞപ്പോഴത്തേക്കും, അയ്യോ അങ്ങനെ പറയല്ലച്ചാ, ഡബ് ചെയ്യുന്നവർക്ക് ഡബ് ചെയ്യുന്ന ജോലി, പൂ കെട്ടുന്നവർക്ക് പൂ കെട്ടുന്ന ജോലി എന്നൊന്നും പറയണ്ട. എന്റെ ഡബ് ചെയ്യുന്ന ജോലി എത്ര മനോഹരമായിട്ടാ രേവതി ചേച്ചി ചെയ്തതെന്നറിയാമോ? അപ്പം രേവതി ഡബ് ചെയ്തോ? ഒരു ദിവസം രേവതി ചേച്ചി അവിടെ വന്നപ്പോഴേ ഞാൻ രേവതി ചേച്ചിയെ കൊണ്ട് ഡബ് ചെയ്യിപ്പിച്ചു. അടിപൊളിയായിട്ടാ രേവതി ചേച്ചി അന്ന് ഡബ് ചെയ്തത്. എന്തോ ഒരു അമ്മായിയമ്മയോട് വഴക്കുണ്ടാക്കുന്ന ഒരു സീനായിരുന്നേ. ആ സീനില് അടിപൊളിയായിട്ട് രേവതി ചേച്ചി ചെയ്തു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രയാണെങ്കിൽ അവിടെയും ഇവള് അമ്മായിയമ്മയോട് വഴക്കുണ്ടാക്കുന്ന സീന് അടിപൊളിയായിട്ട് ചെയ്തു. അല്ലെങ്കിൽ ഇവൾ അങ്ങനെയാണല്ലോ, എന്നോട് വഴക്കുണ്ടാക്കുന്ന സീൻ ഇവള് നന്നായിട്ട് ചെയ്യൂലോ എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ പറയുകയാണ്. പക്ഷെ വേറെ ആർക്കൊക്കെ വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ. നമ്മുടെ ശ്രുതിയൊക്കെ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. ശ്രുതിയൊക്കെ അന്തം വിട്ട് നിൽക്കുക, ഡബ് ചെയ്തു എന്ന് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രേവതി ചന്ദ്രയും അന്തം വിട്ടു പോയി. അപ്പൊ രവീന്ദ്രൻ, രേവതി മോളെ നീ കൊള്ളാലോ, അപ്പൊ നിനക്ക് ഡബിങ്ങും അറിയാല്ലേ? നമ്മുടെ രേവതി ഓളിനോളല്ലേ എന്നിങ്ങനെ സച്ചി. ഈ സമയത്ത് നമ്മുടെ ഭാമ പറഞ്ഞു, അതൊക്കെ അവിടെ നിൽക്കട്ടെ, നല്ല വിശപ്പുണ്ട്, ഞാനൊന്നും കഴിക്കാതെ വന്നത്. അല്ല എന്തെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ ചന്ദ്രനെ നീ എടുത്തോണ്ട് വരാൻ പറഞ്ഞപ്പോ ഇവിടെ ഒന്നും ഇരിപ്പില്ല. ഇത്രയും പേർക്ക് ഭക്ഷണം ഇരിപ്പില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്, നീ അങ്ങ് ഉണ്ടാക്കാൻ പറഞ്ഞു രവീന്ദ്രൻ. ഞാൻ ഉണ്ടാക്കാനോ? പിന്നെ ഇത്രയും പേർക്ക് ഭക്ഷണം എനിക്കൊന്നും വെച്ചുണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പോഴാണ് നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞത്, ഒരു കാര്യം ചെയ്യാം, ഞാൻ ഉണ്ടാക്കാം. എല്ലാവർക്കും വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഇഷ്ടമാണോ? പിന്നല്ലാതെ എല്ലാവർക്കും ഇഷ്ടമെന്ന് എല്ലാവരും പറഞ്ഞു. എന്നാ പിന്നെ ഉണ്ടാക്കാം. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ ചന്ദ്ര പറഞ്ഞത്, അതിന് ഇവിടെ സാധനം ഒന്നും ഇരിപ്പില്ലല്ലോ. സാധനം ഒന്നും ഇവിടെ ഇരിപ്പില്ല. സാധനം ഒന്നും ഇരിപ്പില്ലല്ലേ?
എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, സച്ചേട്ടാ സാധനം പുറത്തു പോയി മേടിക്കോ? അതിനിപ്പോ എന്താടാ, പുറത്തു പോയി മേടിക്കാലോ. ഇവിടെ ഇപ്പം പണിയൊന്നും ചെയ്യാതിരിക്കുന്നത്. സുധി, നീ പോടാ, നീ വന്നേ, ആ സോമചേട്ടന്റെ കടയിൽ പോയിട്ട് പെട്ടെന്ന് റൈസും എല്ലാം വെജിറ്റബിൾസും ഒക്കെ മേടിച്ചോണ്ട് വന്നേ, പെട്ടെന്ന് 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 പറഞ്ഞു. ഞാൻ പോയി മേടിക്കാനോ? അത് പിന്നെ എനിക്കൊന്നും പറ്റത്തൊന്നും ഇല്ലാന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, അതെന്താടാ നിനക്ക് പറ്റത്തില്ലാത്തത്? ഇവിടെ ഓരോരുത്തർ ഓരോ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നീ അവിടെ വെറുതെ ഇരിക്കുമ്പോൾ നീ പോയി മേടിച്ചോണ്ട് വാ. അവനവൻ ചെയ്യുന്ന പണി അവനവൻ എത്രയും പെട്ടെന്ന് ചെയ്ത് തീർത്താൽ അത്രയും പെട്ടെന്ന് പൂ തീരൂലേ, കെട്ടിത്തീരൂലേ. അതുകൊണ്ട് നീ പോടാ എന്നിങ്ങനെ രവീന്ദ്രൻ നമ്മുടെ ശ്രുതിയോട് പറയാ. ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ശ്രുതിക്ക് അങ്ങ് ചൊറിഞ്ഞു കയറുകയാണ് കേട്ടോ. ശ്രുതി ആണെങ്കിൽ അമ്മേ ഇത് എന്താ അമ്മ ഇങ്ങനെ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും എന്ത് ചെയ്യാനാ മോളെ, നമ്മൾക്ക് പിന്നെ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലാത്തൊരു അവസ്ഥയായി പോയില്ലേ. മോളും സമാധാനപ്പെടാ, ഇതിനൊക്കെ നമുക്ക് പകരം വീട്ടാമെന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയം നമ്മുടെ സുധി പോയി സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. അങ്ങനെ നമ്മുടെ ശ്രീകാന്ത് അടുക്കളയിൽ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും സച്ചി അവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ സച്ചിയോട് പറഞ്ഞു, ശ്രീകാന്ത് പറഞ്ഞു, അത് പിന്നെ സബോളയൊക്കെ അരിയണമല്ലോ, ഒരു കാര്യം ചെയ്യും, നമുക്ക് സുധിയേട്ടനെ കൂടെ വിളിക്കാന്ന് പറഞ്ഞു. അതിനിപ്പോ എന്താ മോനെ സുധിയെ ഇങ്ങ് വന്നേടാ എന്ന് പറഞ്ഞ് സച്ചി വിളിച്ചപ്പോഴത്തേക്കും ഒരു ബഹുമാനവും ഇല്ല, ഇവന്മാരെന്താ മോനെ എന്നൊക്കെ വിളിക്കുന്നത്, ഇന്ന് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങ് ചെന്നിട്ട്, അതെ മര്യാദയ്ക്ക് മോനെ എന്നൊന്നും എന്നെ വിളിച്ചേക്കരുത്, ഏട്ടാന്ന് വിളിച്ചോണം, ബഹുമാനം വേണം, ഞാൻ നിങ്ങളുടെ ഏട്ടനാ. ഓ ഏട്ടനാണല്ലോ അല്ലേ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. അതേ എന്റെ സുധിയേട്ടാ, ഞങ്ങൾക്ക് ഒരു സഹായം ചെയ്യണമായിരുന്നു. സുധിയേട്ടൻ ഞങ്ങളുടെയൊക്കെ മൂത്തതല്ലേ, അപ്പൊ സുധിയേട്ടൻ ഞങ്ങൾക്ക് ഒരു സഹായം ചെയ്യണം. എന്ത് സഹായം ചെയ്യണ്ടേ, അങ്ങനെ മര്യാദയ്ക്ക് പറ. അയ്യോ എന്ത് സഹായം ചെയ്യണ്ടെന്ന് പറയാൻ എനിക്ക് പേടിയാ. ശ്രീകാന്തെ നീ അങ്ങ് പറ ശ്രീകാന്തെ, എനിക്ക് പേടിയാ ശ്രീകാന്തെ എന്ന് പറഞ്ഞ് സച്ചി ഇങ്ങനെ കൂഞ്ഞിക്കൂടി അങ്ങ് മാറി ഇങ്ങനെ നിന്നപ്പോഴത്തേക്കും നമ്മുടെ സുധി പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട, പേടിക്കണ്ട പറഞ്ഞോളാൻ പറഞ്ഞു കാര്യം. ഇപ്പൊ നമ്മുടെ സച്ചി ഇങ്ങ് വന്നിട്ട് അയ്യോ പേടിക്കാൻ പറ്റിയ ഒരു ചരക്ക്, കളിയാക്കിയാ പോലും തിരിച്ചറിയാനുള്ള ബോധമില്ല. എടാ സവോള അങ്ങ് അരിയടാന്ന് പറഞ്ഞു. സവോള എരിയാനോ? ഞാനോ? എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല സബോള എറിയാന്. അപ്പോഴത്തേക്കും സച്ചി പറഞ്ഞാ നിന്നെ കൊണ്ട് പറ്റത്തില്ലല്ലോ. എടാ ശ്രീകാന്ത്, ഇവന് സബോളയുടെ തൊലി പോലും പൊളിക്കാൻ അറിയത്തില്ല, പിന്നെ എങ്ങനെ ഇവൻ സബോള എരിയുന്നത്? ഏതായാലും സബോള എരിയാൻ ഞങ്ങൾ പഠിപ്പിക്കാം, ഇങ്ങ് വാന്ന് പറഞ്ഞു. അപ്പൊ സുധി പറഞ്ഞില്ല ഇല്ലാന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ രവീന്ദ്രൻ കയറി വന്നിട്ട് ഇവിടെ എന്താ ചേട്ടനും അനിയന്മാരൊക്കെ തമ്മിൽ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സംസാരം, എന്താ ഇവിടെ എന്ന് ചോദിച്ചപ്പം അത് പിന്നെ അച്ഛാ എന്നോട് സബോള എരിയാൻ വേണ്ടി പറയാ ഇവരെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കാണ് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞത്, ഓഹോ നിങ്ങൾ എന്താടാ ഇങ്ങനെയൊക്കെ ഇവനോട് പറയുന്നത്, തലയിരിക്കുമ്പോ വാലാടേണ്ട കാര്യമൊന്നും ഇല്ല ഇവിടെ എന്നിങ്ങനെ പറഞ്ഞിട്ട്, എടാ സുധി ആ സബോള എടുത്ത് പതിയെ കഴിഞ്ഞ് എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും സുധിയാണെങ്കിൽ സബോള എരിയാനോ, എന്താ അച്ഛാ ഇത് എന്നും പറഞ്ഞിങ്ങനെ അന്തം വിട്ട് കുന്തം പോലെ നിൽക്കുന്ന ആ ഒരു സീൻ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷവുമായിട്ട് നമുക്ക് പെട്ടെന്ന് കാണാം. ഇനി നയനയുടെയും ആദർശിന്റെയും കഥയാണിട്ട് ഇതിന്റെ പുറകെ തന്നെ നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പൊ അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.